ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ടോപ്പിക് എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനക്കൊമ്പിൻ്റെ ഇഷ്യൂവും എന്തുകൊണ്ട് അദ്ദേഹത്തിന് കുഴപ്പമില്ല, വേടന് പ്രശ്നം പറ്റിയെന്നുള്ളൊരു കാര്യം. അതിൻ്റെ താഴെ കുറേയധികം പേര് വന്ന് കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സുരേഷ് ഗോപിയുടെ കാര്യം എന്താണ് സംസാരിക്കാത്തതെന്നുള്ളൊരു കാര്യം, അങ്ങനെ എന്താണ് എന്ന് നോക്കിയ സമയത്താണ് ഈ ഒരു ടോപ്പിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുരേഷ് ഗോപി ഇതേ കണക്ക് കുറേയധികം ഫംഗ്ഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു മാല കണ്ടു. ആ ഒരു മാലയെന്ന് പറയുന്നത് പുലിപ്പല്ലാണ് എന്ന് പറഞ്ഞിട്ട് കുറേയധികം വീഡിയോസൊക്കെ ന്യൂസ് ചാനൽ ഉൾപ്പെടെ അതിനെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് കഴുത്തി കിടക്കുന്ന ആ മാലയെപ്പറ്റി അന്വേഷിക്കുന്നില്ല വനം വകുപ്പ് എന്നുള്ളൊരു കാര്യം ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വേടനെ പറ്റി ആ ഒരു മാല കണ്ട ഉടൻ തന്നെ വനം വകുപ്പ് അത് കൺഫേം ചെയ്യുന്നു, അത് പുലിപ്പല്ലാണെന്നുള്ള കാര്യം. എന്നിട്ട് അത് ചോദ്യം ചെയ്യാൻ വേണ്ടി വേടനെ കൊണ്ടുപോകുന്നു. അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ സുരേഷ് ഗോപിയുടെ ഇതിപ്പം പെട്ടെന്ന് ഇതെല്ലാം വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്, സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. പുള്ളിക്കാരൻ പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ കഴുത്തിലൊരു മാല കിടപ്പുണ്ട്. ഏകദേശം കണ്ട പുലിപ്പല്ലാന്നേ തോന്നത്തുള്ളൂ. ഇപ്പോൾ എന്തായാലും അതിൻ്റെ പേരിലാണ് കേസ് കൊടുത്തേക്കുന്നത്. ഇത് പുലിപ്പല്ലാണ് എന്ന് പറഞ്ഞൊരു വ്യക്തി കേസ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് വനം വകുപ്പ് അത് കേസ് എടുക്കുന്നില്ല? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു പൊതുപ്രവർത്തകനും വലിയ രാഷ്ട്രീയ നേതാവൊക്കെ ആയതുകൊണ്ടാണോ? അങ്ങനെയുള്ളവർക്കൊന്നും എന്തും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സാധാരണ ഒരു പാട്ടുകാരനോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഉടനെ തന്നെ വനം വകുപ്പോ എല്ലാം കേസെടുക്കും എന്നുള്ള രീതിയാണോ എന്നുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കമൻറ്റ് ബോക്സിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഇട്ട ആ ഒരു വ്യക്തി അത് ചോദിച്ചപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി തിരക്കുന്നത്, ഇതിനെപ്പറ്റി അറിയുന്ന കാര്യം. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല. ഇപ്പം വേടൻ അങ്ങനത്തെ ഉള്ള ഒരു കാര്യം കഴുത്തിൽ മാല കിടക്കുന്നതെന്ന് സംശയം തോന്നിയിട്ടാണ് ചോദ്യം ചെയ്യാനെല്ലാം വിളിച്ചത്. അപ്പം സുരേഷ് ഗോപിക്ക് അത് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വിളിച്ച് ചോദ്യം ചെയ്ത് കൺഫേം ചെയ്യേണ്ടത് അത് വനംവകുപ്പിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്തേ പറ്റൂ. ഒരാൾക്കൊരു നിയമം മറ്റൊരാൾക്ക് വേറൊരു നിയമം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതെനിക്ക് പേഴ്സണലായിട്ട് തോന്നിയതുമില്ല. കാരണം സുരേഷ് ഗോപി ഇനിയിപ്പം വലിയൊരു കേന്ദ്രമന്ത്രിയൊക്കെ ആയതുകൊണ്ട് ഇനി ചോദ്യം ചെയ്യത്തില്ലയോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ നിയമം രണ്ടു പേർക്കും രണ്ട് രീതിയിലാണെന്ന് ഒരിക്കലും നമുക്കങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും ഒരേ കണക്കായിരിക്കണം നിയമം, എല്ലാവരും ഒരേ കണക്ക് തന്നെ നിയമം പാലിക്കണം. അത് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും ഓരോരോ നിയമമാണെങ്കിൽ പിന്നെ എന്താണ് ഇവിടുത്തെ കാര്യം? വലിയ ആൾക്കാർക്ക് വലിയ നിയമങ്ങൾ, വലിയ എന്ത് തെറ്റ് ചെയ്താലും വലിയ കുഴപ്പങ്ങളുമില്ല. സാധാരണ ആൾക്കാർ എന്ത് ചെയ്താലും അവർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞാൽ അതിവിടെ ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എന്തായാലും വനം വകുപ്പും പോലീസും ഒക്കെ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്യാം. സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല പുലിപ്പല്ലാണോ എന്ന് ആദ്യമേ കൺഫേം ചെയ്യണം. ആണെങ്കിൽ അതിനെതിരെയായിട്ടുള്ള കറക്റ്റായിട്ടുള്ള കേസ് എടുക്കണം. അല്ലാതെ മന്ത്രിയാണ് എന്ന് പറഞ്ഞൊന്നും വിട്ടയക്കാനൊന്നും ഇവിടെ ആർക്കും ഒരു പരിഗണനയൊന്നും തന്നെയില്ല. അങ്ങനെയാണെങ്കിൽ വേടൻ്റെ കാര്യത്തിൽ അവിടെ പരിഗണന കൊടുക്കണമായിരുന്നു. ഇപ്പം വേടൻ്റെ കാര്യത്തിൽ ആ കേസ് എടുത്തെങ്കിൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിലും കേസ് എടുക്കണം. അതിലൊരു മാറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.